പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പങ്കുവയ്ക്കാൻ ലഭിച്ചിരിക്കുന്ന ദൈവവചനം മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 25-ാമത്തെ തിരുവചനമാണ്. ഈ വചനം ഇപ്രകാരമാണ് പറയുന്നത്: എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. കാരണം ആഹാരത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമാണല്ലോ. ഇന്ന് നമ്മുടെ ലോകത്ത് നമ്മൾ ചുറ്റുമൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ പലർക്കും ആദിയും ഉത്കണ്ഠയുമാണ്. നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ടെൻഷൻ. പക്ഷെ ഇവിടെ വിശുദ്ധ ബൈബിളിൽ പറയുന്നു, ആകുലപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ആയുസ്സിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ ആകുലപ്പെട്ടതുകൊണ്ട് എന്താ സംഭവിക്കുക? യഥാർത്ഥത്തിൽ അത് നമ്മുടെ ശരീരത്തിന്റെ ദോഷമല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. നമ്മൾക്ക് പ്രഷർ കൂടുന്നതിന് കാരണമാകുന്നു, മനസ്സിന്റെ ഒരു സ്വസ്ഥത പോകുന്നു, നമ്മൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കുവാനോ തീരുമാനം എടുക്കാനോ സാധിക്കാതെ വരും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന എന്ത് പ്രശ്നമാണെങ്കിലും, നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. അതില്ലാന്നൊന്നും പറയുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിനെ നമ്മൾക്ക് ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നു കൊണ്ട് ഇതിന് എന്താണ് ഒരു പരിഹാര മാർഗം, എനിക്കിതിൽ എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും, ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ക്രമപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം തിരുത്തലുകൾ വരുത്തണം, ഇതിനെക്കുറിച്ചൊന്ന് സമാധാനത്തിലൊന്ന് ആലോചിച്ചിട്ട് നമ്മളുടെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാരണത്തിനുള്ള ഒരു സൊല്യൂഷൻ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അത് ചെയ്യും. അതല്ല എങ്കിൽ നമ്മളുടെ ധർമ്മം എന്താണോ, നമ്മളുടെ ഉത്തരവാദിത്വം എന്താണോ, ആ ഉത്തരവാദിത്വം സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നമ്മൾ നിർവഹിക്കുക. ബാക്കി സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചുകൊള്ളട്ടെ. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു കരുത്തെങ്കിലും നമ്മളുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കും. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം കിട്ടത്തില്ലായിരിക്കാം, പക്ഷെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ഒരു മനസ്ധൈര്യം നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മളുടെ ഉത്കണ്ഠകളും നമ്മളുടെ ആകുലതകളും അത് നമ്മളെ നശിപ്പിക്കുന്നതല്ലാതെ നമ്മളെ യാതൊരു പ്രയോജനമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ സമയം പാഴാക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച്, പ്രതിവിധികളെ കുറിച്ച് ചിന്തിക്കുവാനും അതിനു വേണ്ടുന്ന കർമ്മ പദ്ധതികൾ ചെയ്യുവാനുമായിട്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് നേരുന്നു. വീണ്ടും മറ്റൊരു സന്ദേശവുമായിട്ട് നമുക്ക് നാളെ കാണാം.